ഇന്ന് ഞാൻ മലബാറിന്റെ രുചി തേടി എത്തി നിൽക്കുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിലെ നമ്മുടെ വിലാസൻ ചേച്ചിയുടെ വീട്ടിലാണ്. വിലാസൻ ചേച്ചി ഒരു എക്സ്പേർട്ട് കുക്കാണ് ആൻഡ് ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ്. ചേച്ചിയോട് തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാലോ? ഹലോ ചേച്ചി, വെൽക്കം ടു അവർ ഷോ. ചേച്ചി, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി എന്താ വെരി സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. ചിക്കൻ ഐറ്റം ആണ് അല്ലേ? കാണുന്നതുണ്ടല്ലോ ചിക്കൻ ആണ്. എന്താണ് ചിക്കൻ്റെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഞാനൊരു നല്ല നാടൻ ചിക്കൻ തോരനാണ് ഉണ്ടാക്കുന്നത്. മലബാർ ചിക്കൻ തോരൻ. ഓക്കെ, നാടൻ മലബാർ ചിക്കൻ തോരൻ. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് മുൻപ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഞങ്ങളോട് ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങൾ, പാർലർ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒന്ന് പറയും. വീട്ടിൽ ഞാനും ഹസ്ബൻഡും 2 മക്കളും. മോള് ശീതൾ, അവള് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. മോൻ വിഷ്ണു ആർമിയിൽ മേജറാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞു. അവനും ഭാര്യയും ഒരുമിച്ച് ഇപ്പം മഹാരാഷ്ട്രയിൽ നാഗ്പൂരിലാണ് ഉള്ളത്. പിന്നെ ആന്റി കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സമയമുള്ളപ്പം. കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ടൈമൊക്കെ കിട്ടി കാണുമല്ലേ കുക്ക് ചെയ്ത് പരീക്ഷിക്കാൻ? ഇപ്പോഴാണ് ശരിക്കും. പണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ വർക്കിലൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ ഇതായതുകൊണ്ട് നമുക്ക് അധികം കുക്ക് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. എല്ലാം ചടപട ചെയ്തിട്ടങ്ങ് പോകും. ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ടും വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ആസ്വദിച്ച് ഇപ്പം കുക്ക് ചെയ്യും. തിന്നാൻ ഭക്ഷണം കഴിക്കാൻ തിന്നാൻ ഇപ്പം എന്നെ കൂടെ മോള് ഈ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അവർക്കും നല്ല ഇഷ്ടമാണ് ഭക്ഷണമെല്ലാം. നമ്മളെ നാടൻ ഭക്ഷണങ്ങളോടാണ് അധികം താല്പര്യം. ചേച്ചി കൂടുതൽ ഉണ്ടാക്കുന്നത് നോൺ വെജ് ആണോ വെജ് ഐറ്റംസ് ആണോ? എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ചേച്ചി നമ്മുടെ നാടൻ മലബാർ ചിക്കൻ തോരൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതൊന്നും എല്ലാ പൊടികളും തന്നെ ഞാൻ ഇവിടെ തന്നെ വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കിയ പൊടികളാണ്. ഇതൊന്നും വാങ്ങിച്ചതല്ല. ഇതിപ്പം ഒരു ചിക്കൻ ബോൺലെസ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കൻ ഉണ്ട്. 1/2 കിലോ ബോൺലെസ് ചിക്കൻ. പിന്നെ ഇതിന് ചിക്കൻ വേവിക്കാനായിട്ട് നമുക്ക് പൊടികളെല്ലാം അത്യാവശ്യം ചിക്കനിൽ ഇടാൻ വേണ്ടി. പിന്നെ ഈ തോരൻ എന്ന് പറഞ്ഞില്ലേ ഇതൊരു വറവ്, നമ്മളെ മലബാറിലത്തെ സ്പെഷ്യൽ ഒരു വറവാണ്. ആ വറവിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇത്. ഓണിയൻ, പിന്നെ തേങ്ങ ഇതൊരു 3 സവാള, 3 വലിയ മീഡിയം വലിയ സവാള 3 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചത്. പിന്നെ ഇത് തേങ്ങ ചിരകിയതാണ്. ഒരു ഹാഫ് തേങ്ങ. പിന്നെ പെപ്പർ പൗഡർ. ഇത് ഏകദേശം ഞാൻ പൊടിച്ചു വെച്ചത്. നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് നമ്മൾ എടുക്കും. അന്നേരം അതിൻ്റെ അളവ് പറയാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഇതാണ് നമ്മൾ ഇതിൻ്റെ ചിക്കൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം. ഇതിനകത്ത് നമ്മൾ മുഴുവൻ മല്ലി വറുത്ത്, മല്ലിയും ജീരകം, ഒരു 1 ടീസ്പൂൺ ജീരകവും കൂടി വറുത്ത് നമ്മൾ കോക്കനട്ട് ഓയിലിൽ വറുത്ത് പൊടിച്ചെടുത്ത മസാലയായി. പിന്നെ ഇതിന് നമ്മൾ നാടൻ തന്നെ നമ്മൾ വീട്ടിലുണ്ടായ കാന്താരി മുളക്, ഇഞ്ചി ചതുക്കി ചെറുതായി അരിഞ്ഞത്. ഈ ഗാർലിക്കും ഇതേപോലെ ചതുക്കിയിട്ട് തന്നെ അരിഞ്ഞെടുത്ത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഓയിൽ, കോക്കനട്ട് ഓയിലാണ്. നമ്മൾ കോക്കനട്ട് ഓയിലായിരിക്കും ഏറ്റവും രുചി നല്ലത് ഉണ്ടാവുക. കോക്കനട്ട് ഓയിലിൽ ആവശ്യത്തിന് വെള്ളം. കറിവേപ്പില നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. അപ്പൊ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പരിപാടി തുടങ്ങാൻ പോവാണ് ചേച്ചി. അപ്പൊ ആദ്യം നമ്മൾ ചിക്കനിൽ ഉപ്പും, ഇതിനകത്ത് ഞാനൊരു ലെമൺ ഒഴിച്ചിട്ടുണ്ട്. ഒരു ലെമണിന്റെ നീര് ഞാൻ ഒഴിച്ച് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനായത്. ഇതിനകത്ത് ഒരു ഇത്തിരി നമുക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. റെഡ് ചില്ലി നമ്മളൊരു കളറിന് വേണ്ടി മാത്രമാണ്, എരിവൊന്നും ഇല്ലാത്ത മുളകായിരുന്നു. കാശ്മീരി ചില്ലി പൗഡർ. ഇത് നമ്മൾ അടുത്തത് നമ്മളെ ഹോം മെയ്ഡ് മസാല പൗഡർ. ഇതിനൊരു പ്രത്യേക മണവും രുചിയും ഉണ്ടാവും നമ്മൾ വീട്ടിലുണ്ടാക്കും. നമ്മൾ സാധാരണ ഇത് ഏകദേശം നമ്മൾ വലിയ സ്പൂണിന് ഒരു 3 സ്പൂണിൽ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള മസാല. പിന്നെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. അതും ഇതുപോലെ ഒരു വലിയ സ്പൂണിന് വലിയ സ്പൂണിന് ഫുള്ളായിട്ട്. ഇത് നന്നായി നമ്മൾ ഈ ചിക്കനിൽ
ഇതൊരു 10 മിനിറ്റ് സമയം നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് നമ്മൾ കുക്കറിൽ ഇടുന്നതുകൊണ്ട് ഇപ്പം ഉടനെ തന്നെ ഞാൻ ചെയ്യുക ചെയ്യുന്നത്. അത്യാവശ്യം പിടിക്കും ഇതിൽ. കൈകൊണ്ട് തന്നെ നന്നായി പെട്ടെന്ന് നല്ലത്. സ്പൂണിട്ട് വരട്ടുന്നതിനേക്കാളും സാധാരണ ഇത് പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചാൽ ഒന്നുകൂടി നല്ലത്. ഇനി ഞാനിത് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ. അപ്പോൾ നമ്മുടെ ചേച്ചി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് 2 വിസിലല്ലേ? 2 വിസിൽ. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് അത്രയും വേവുണ്ട്. ഞാനിപ്പോൾ ഈ മിക്സ് ചെയ്ത് നമ്മളെ ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഇത് ഈ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം വേണ്ട. 2 വിസിൽ. ബ്രോയിലർ ചിക്കൻ അല്ലേ, അപ്പം കുറച്ച് വേവേ ഉള്ളൂ. അപ്പം ഒരു 1/4 ഗ്ലാസ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാനിപ്പോൾ ഗ്യാസിലേക്ക് വെക്കാൻ പോകും. ചേച്ചി, പിന്നെ നമുക്കിവിടെ മഞ്ഞൾപ്പൊടി ഒന്നും കാണാനില്ലല്ലോ. അത് പിന്നെ ഞാൻ ഈ ചിക്കൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ലെമണും ഉപ്പും അതിൻ്റെ കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയായിട്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയത്. ഓ, നമ്മൾ ഗ്യാസിലേക്ക് വെക്കാം. 2 വിസിൽ. അപ്പോൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിരിക്കുകയാണ്. 2 വിസിൽ. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് 2 വിസിൽ വന്നു. അപ്പം നമ്മൾ ഈ ഗ്യാസ് ഓഫാക്കാൻ പോകുന്നു. ഓഫാക്കി നമുക്കിതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം തുറന്നു നോക്കുന്നില്ല. ഇല്ല, അത് അവിടെ നമ്മൾ അതിൻ്റെ സ്റ്റീം പോകുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ വറവിനുള്ള സാധനങ്ങൾ ചെയ്യാൻ നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നമ്മൾ ഗ്യാസിലേക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ. അപ്പോൾ നമ്മൾ ആദ്യം പേര് പറഞ്ഞു നാടൻ മലബാർ ചിക്കൻ തോരൻ. അപ്പോൾ തോരന്റെ സ്റ്റൈലിൽ ചിക്കൻ മസാല നമ്മൾ പുരട്ടി നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് സ്റ്റീം പോകുമ്പോഴത്തേക്ക് പാൻ വെച്ചു, ഓയിൽ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഒരു അളവ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 or 3 ടീസ്പൂൺ എടുക്കാം. നമ്മൾ അളവിനനുസരിച്ച് നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കും. ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ. അടുത്ത നമ്മൾ കാന്താരി മുളക്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി. എത്ര എടുത്തിട്ടുണ്ട്? വെളുത്തുള്ളി ഏകദേശം ഒരു 10-15 എണ്ണ അല്ലി. ഇത് നന്നായി ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമ്മളടുത്ത് നമ്മൾ ശരിക്കും മുക്കണ്ട, കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒണിയൻ ഇടാനുണ്ട്, നമുക്ക് തേങ്ങ ചിരകിത് ഇടാനുണ്ട്. അപ്പം ഇത് പകുതി കുറച്ചൊരു സ്മെല്ല് വരും നമുക്കിത് ഇതാക്കുമ്പോൾ. ഇതിനകത്ത് ഈ കാന്താരി മുളകിൻ്റെ എരിവെല്ലാം ഇതിനകത്ത് നല്ല സ്മെല്ല് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഒണിയൻ ഇടാം. ചെറുതായി അരിഞ്ഞു വെച്ച ഒണിയനാണ് കേട്ടോ. അത് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇനി അടുത്തത് ശരിക്കും വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പിന്നെ മറ്റതിൻ്റെ കൂടെ ഒണിയൻ്റെയും കോക്കനട്ട് ചിരകിയതിൻ്റെ എല്ലാം കൂടെ തന്നെ ഇതൊന്നും കൂടി വഴന്ന് വരും. അപ്പം ഫുള്ളാവും. കുറച്ച് വലിയ സാമാന്യം വലിയ സവാള അരിഞ്ഞതാണ്. ഇതും ഉള്ളിയും ഒരു കുറച്ച്, അതായത് അധികം വേണ്ട, ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമ്മൾ മറ്റേ ചിരകിയ കോക്കനട്ടും കൂടി ഇടും. എല്ലാം കൂടി നന്നായി എല്ലാം പകുതി വഴന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഓരോന്നിൻ്റെയും ടേസ്റ്റ് ഇതിനകത്തേക്ക് വരും. അപ്പം തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായി ബ്രൗൺ കളറാകുന്നവരെ വഴറ്റണം. കറിവേപ്പില വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇടാം. കറിവേപ്പില നമ്മൾ ആഡ് ചെയ്യാൻ പോരാ, നല്ലോണം കറിവേപ്പില ഇടണം. ഞാൻ എൻ്റെ കുക്കിങ്ങിനകത്ത് കുറേ കറിവേപ്പില ഉണ്ട്. അതിന് മതി നല്ല വരുന്നില്ലേ? ശരിക്കും ഒരു എക്സ്പേർട്ട് കുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ
സ്മെല്ല്, ടേസ്റ്റ് ഇതെല്ലാം ഒരുപോലെ നിൽക്കും. അത് കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ആ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു സ്മെല്ല് ഇങ്ങനെ ഉണ്ടാവും അല്ലേ ചേച്ചി? നമ്മൾ നല്ലൊരു വീട്ടമ്മമാരുടെ നല്ല ചേച്ചിയെ പോലെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാകും. ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അടുത്ത കോക്കനട്ടും കൂടി നമ്മൾ ചിരകി വെച്ചിട്ടുള്ള കോക്കനട്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുവാണ്. ഒരു മുറി തേങ്ങ ചിരകിയതാണ്. അപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങ കൂടെ ചിരകി വെച്ചതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത്? ഇത് നന്നായി നല്ല ബ്രൗൺ നിറാകുന്നവരെ നമ്മൾ നല്ല വഴറ്റിക്കൊണ്ടിരിക്കും. ചേച്ചി അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് തോന്നുന്നത്. പറഞ്ഞ പോലെ കളറൊക്കെ മാറിയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ബ്രൗൺ ആയി മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഓപ്പൺ ചെയ്തേ നമ്മൾ ഇതിൻ്റെ തീ ഓഫാക്കുവന്ന് വെള്ളമുണ്ട് കണ്ടില്ലേ? നമ്മൾ കുക്കറിലിട്ടതുകൊണ്ടാണ്. സ്പാനിലാണ് വേവിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വറ്റിക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് കുറച്ചൊരു തിക്ക് ഗ്രേവി വേണമെങ്കിൽ ഇതേപോലെ ഇത്തിരി വെള്ളം വേണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇനി അഥവാ വെള്ളം വേണ്ട, നമുക്ക് ഫുൾ തോരൻ സ്റ്റൈലിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നുകൂടി തീ കത്തിച്ച് കുറച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെള്ളം വറ്റിക്കോളും. അല്ലാണ്ട് തന്നെ ഇതിപ്പം നന്നായി മിക്സ് ചെയ്യണം. ഇത് നമുക്ക് ചോറിനും മറ്റേ ചപ്പാത്തിക്കെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം നോക്കണം, ഉപ്പ്, എരിവ് ഇതൊന്നും ഇല്ല ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചേർക്കണ്ട. ഇനിയൊന്നും ഇല്ല എന്തെങ്കിലും എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒന്നുകൂടി ഗ്യാസ് ഓൺ ചെയ്യും. കുറച്ച് വെള്ളം ഉണ്ട് ആ കുക്കറിനകത്തുള്ളത് കൊണ്ട് അതൊന്ന് നമ്മൾ 2 മിനിറ്റ് ഞങ്ങൾ ഇവിടെ ഇതൊരു തോരൻ സ്റ്റൈലിൽ തന്നെയാണ് സാധാരണ ഉണ്ടാക്കല്. നമ്മളിപ്പം ചപ്പാത്തിക്കാൻ പറ്റാണെങ്കിൽ നമ്മൾ കുറച്ചൊരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കും. നമുക്ക് എങ്ങനെയാണ് വേണ്ടത്, നമ്മൾ എതിരാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അങ്ങനെ നമുക്കുണ്ടാക്കാം. ഇതിപ്പം ഏകദേശമായിട്ടുണ്ട്. നമ്മളൊരു തോരൻ സ്റ്റൈലിലല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ്. കണ്ടില്ല, 2 വിസിലിനകത്ത് ഇത് നല്ല കറക്റ്റ്. നാടൻ ചിക്കനെല്ലാം ആകുമ്പോൾ ഒരു 4-5 വിസിൽ വേണ്ടി വരും. ലഗോൺ കോഴിയെല്ലാം ആണെങ്കിൽ ശരിക്കും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പൊ നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേച്ചിയുടെ മസാലയുടെ സ്മെല്ലാണ് കൂടുതലും എടുത്തു വരുന്നത്. നല്ല സ്മെല്ലാണ്. ഏകദേശം നമ്മളെ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് പാത്രത്തിനകത്തേക്ക് മാറ്റാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ കുരുമുളക് പൊടി, എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചിക്കന് സാമാന്യം നമ്മൾ മലബാർ ചിക്കന് നല്ല എരിവുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് അധികം കുരുമുളക് ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് നോക്കണം. പിന്നെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുമല്ലേ? പ്ലേറ്റിൽ നമുക്ക് ആ ബൗളിനകത്തേക്ക് മൊത്തം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റല്ലെങ്കിൽ ടേസ്റ്റ് നോക്കാം, നമുക്ക് ഇതിനകത്ത് ഇടാം അല്ലേ? അപ്പം നമ്മുടെ നാടൻ മലബാർ ചിക്കൻ തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിലാസിനി ചേച്ചിയുടെ. അപ്പം എനിക്ക് തന്നെയാണ് ടേസ്റ്റ് നോക്കേണ്ട ഒരു കർത്തവ്യം എന്നിൽ തന്നെയാണ് അല്ലേ ചേച്ചി? അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിയും പ്രേക്ഷകരെയൊക്കെ സാക്ഷി നിർത്തി ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചേച്ചി ടേസ്റ്റ് ചെയ്തോട്ടെ. ചേച്ചിയുടെ അനുവാദത്തോടു കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്യുവാണ്.
അപ്പൊ ചേച്ചി, നാടൻ മലബാർ ചിക്കൻ തോരൻ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം മലബാറിന്റെ രുചി, ചിക്കന്റെ ടേസ്റ്റ് വേറെ, ഗ്രേവിയുടെ ടേസ്റ്റ് വേറെ, ആ തേങ്ങയൊക്കെ കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല. മസാല എല്ലാം ഒരു ഇതുപോലത്തെ ഡിഷ് ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ ഇതുവരെ എവിടെയും കഴിച്ചിട്ടില്ല. അല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. വെരി സ്പെഷ്യൽ ഐറ്റം ആണ് നാടൻ മലബാർ ചിക്കൻ തോരൻ. അപ്പൊ ചേച്ചിക്ക് വെരി സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങളുടെ പേരിൽ, കൗമുദിയുടെ പേരിലും, ലേഡീസ് അവരുടെ പേരിലും. എല്ലാ ലേഡീസും പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ, എല്ലാവരും ട്രൈ ചെയ്യണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ആൻഡ് ഈ കുക്കറി സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.